എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ബേസിക്കായിട്ടുള്ള സ്പഞ്ച് കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്ന കേക്ക് ഫ്രോസ്റ്റിംഗ് ആൻഡ് ബേക്കിംഗ് ടിപ്സ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ബേസിക്കായിട്ടുള്ള ഒരു സ്പഞ്ച് കേക്ക് റെസിപ്പി എങ്ങനെ ആണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൈദ 1 കപ്പാണ്. ഈ 1 കപ്പ് എന്ന് പറയുന്നത് 125 ഗ്രാം അഥവാ 200 ml ആണ്. ഇനി വേണ്ടത് ഷുഗറാണ്. ഷുഗർ ഇവിടെ നന്നായിട്ട് പൊടിച്ച ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/4 കപ്പ് വേണം. ഓയിൽ 1/2 കപ്പ്, മുട്ട 2 എണ്ണം, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, സോൾട്ട് 1 പിഞ്ച്, വാനില എസൻസ് 1/4 ടീസ്പൂൺ, പിന്നെ പാല് വേണം, അതൊരു 1 ടേബിൾ സ്പൂൺ. എൻ്റെ ഓവൻ എന്ന് പറയുന്നത് OTG ഓവനാണ്. അപ്പോൾ ഇതിൽ റീഡിങ് ഉണ്ട്, പക്ഷേ ടൈമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. മുകളിലും താഴെയും ഹീറ്റ് കൊടുക്കാം. അപ്പം ഞാൻ ആ ഓപ്ഷനാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടെമ്പറേച്ചർ അടുത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 180 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ 180 ഡിഗ്രി സെൽഷ്യസ് വെച്ചു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ടൈമറുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ടൈം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് മതിയാകും നമ്മൾ മിക്സിങ് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഞാൻ ഉപയോഗിക്കുന്ന കപ്പ് ഇതാണ്, 100 ml കപ്പാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. കട്ട കെട്ടാതെ ഇരിക്കാനും എല്ലാം ഈവനായിട്ട് വരാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതാണ് നമ്മൾ ബേക്കിംഗ് ട്രേ, ഇത് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിലാണ് നമ്മൾ മിക്സിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അപ്പോൾ ഞാനിതൊരു ഇലക്ട്രിക് ബ്ലെൻഡർ വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നത്. അപ്പം ഏകദേശം ബീറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടത് ലൈറ്റ് യെല്ലോ ആകുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു റിബൺ ഷേപ്പിൽ വരും നമ്മളത് എടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതൊന്ന് മുട്ടയുമായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഹാഫ് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ, ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് സ്പാറ്റുല അല്ലെങ്കിൽ വുഡൻ തവി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വയർ വിസ്ക് ഇതിലേതെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് ഈ ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്യുക. ഇവിടെ ഞാൻ സ്പാറ്റുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അധികം ഇളക്കരുത്, ഒരേ ഡയറക്ഷനിൽ എപ്പോഴും ഇളക്കാൻ ശ്രദ്ധിക്കുക. ലൈറ്റായിട്ട് പതുക്കെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ആദ്യത്തെ നമ്മൾ മിക്സായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാവ് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ട്രേയുടെ നടുഭാഗത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇത് ഈവനായിട്ട് മിക്സ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ 180 ഡിഗ്രി പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കേക്ക് ടിൻ വെച്ചിട്ട് 30 മിനിറ്റാണ് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഓരോ ഓവനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടൈം അനുസരിച്ച് നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പം 30 മിനിറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ കേക്ക് ഏകദേശം റെഡിയായി. അപ്പോൾ ഞാനൊരു സ്ക്യൂവർ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് നോക്കുകയാണ്. അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് റെഡി ആയില്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സും കൂടെ ഇത് വെച്ച് നോക്കുക. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റിന് ശേഷം ഇത് ഏകദേശം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് വിടിവിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്നത് ടിന്നിൽ നിന്ന് ഇളകി വരും. ഇനി ഒരു പ്ലേറ്റ് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അത് കേക്ക് ടിന്നിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. കേക്ക് കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല. അപ്പം 30 മിനിറ്റാണ് വേണ്ടത്. ബട്ടർ പേപ്പർ നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മുറിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ സെയിം വാനില കേക്കാണ്, അതേ രുചിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് കമൻസിലൂടെ എന്നെ അറിയിക്കാം. ഇനി നിങ്ങൾക്ക് കേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, ബെൻസീസ് കിച്ചൺ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓവനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.